ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. സ്കൂൾ തുറക്കാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ബാഗ് നോക്കിയപ്പോൾ നല്ല അഴുക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്താലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ബാഗ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ താഴെയൊക്കെ നല്ല അഴുക്കുണ്ട്. ബാഗ് കൊണ്ടുപോയിട്ട് സ്കൂളിൽ നിലത്ത് കൊണ്ടുപോയിട്ട് വെക്കുകയായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും. ഞാനിത് നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതിൽ. നോക്ക്, നല്ല ക്ലീനായിട്ടുണ്ട് അല്ലേ? ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കിയാലോ? വളരെ സിമ്പിളാണ് കേട്ടോ, ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള അതേ വീട്ടിലുള്ള മാത്രം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് ഈ ബാഗ് പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റിയത്. കണ്ടോ, നോക്ക്, ഇതിൻ്റെ താഴെയൊക്കെ നല്ല അഴുക്കായിരുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത്രയും ക്ലിയറായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ ഒന്നും കൂടി കമ്പാരിസന് വേണ്ടി കാണിക്കുകയാണ് പഴയ ബാഗ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്ലീനിങ് മെറ്റീരിയൽസ് നോക്കിയാലോ? സിമ്പിൾ, വീട്ടിലുള്ള അതേ സെയിം സാധനം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ബാഗൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. നോക്ക്, ഇതിൽ ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ നോർമലി വീട്ടിലുള്ള ഡിഷ് വാഷാണ്. ഞാൻ ഈ നാരങ്ങയുടെ അതേ ക്വാണ്ടിറ്റി തന്നെ ഡിഷ് വാഷ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാഗ് എത്ര വലുതാണോ അതനുസരിച്ച് നമുക്കതിൽ തേച്ച് പിടിപ്പിക്കാൻ മാത്രം ഡിഷ് വാഷ് എടുത്തു. ഞാനിപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള അത്ര എടുത്തിട്ടുള്ളൂ. ഉണ്ട്, കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ കോൾഗേറ്റാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ കോൾഗേറ്റ് നമ്മുടെ പല്ല് തൂവെള്ളയായി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാഗും ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് മൂന്നും കൂടിയാണ് നമുക്ക് നന്നായി ജസ്റ്റ് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഭയങ്കര ഒരു ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ. ഇപ്പം ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ബാഗിൻ്റെ അത്രയും ചിലപ്പോൾ കീറിയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാകുമ്പോൾ ഒന്നുമില്ല. അതുപോലെ നാരങ്ങയൊക്കെ നമ്മൾ വെള്ള ഡ്രസ്സൊക്കെ കഴുകുന്ന സമയത്ത് കുറച്ച് നാരങ്ങയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, ഒന്ന് നാരങ്ങ എല്ലാം ഇച്ചിരി മുക്കി വയ്ക്കാറൊക്കെ ഉണ്ട് അല്ലേ? അത് കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. കുറേ പേർക്ക് വെള്ള ഡ്രസ്സൊക്കെ ഫ്രൈഡ് ആകുമ്പോൾ അത് കളയാറുണ്ട്. പക്ഷേ അതൊക്കെ ജസ്റ്റ് നാരങ്ങയിൽ ഇച്ചിരി നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ വൈറ്റ് ഡ്രസ്സൊക്കെ ഭയങ്കര നല്ല തൂവെള്ള പോലെ തിളങ്ങും. അപ്പോൾ ഈ ഒരു ബാഗൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതൊക്കെ ധാരാളമാണ്. നമുക്ക് ഇത് ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ ഇതിൽ മുക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളാകെ ഒരു കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ലിക്വിഡ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നന്നായി ഒന്ന് ഒരു 5 മിനിറ്റ് തന്നെ സമയം എടുത്തിട്ട് ഇത് നന്നായി എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എവിടെയാണ് അകത്തും ബാക്കിലും എല്ലാം താഴെയൊക്കെയാണ് നല്ല അഴുക്ക്. അപ്പോൾ അവിടെയൊക്കെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാനൊരു 10 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാം. നന്നായി തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, ഇപ്പോൾ തന്നെ അഴുക്കൊക്കെ ഇളകി വരണം. കണ്ടോ,
അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ആക്ച്വലി എല്ലാവരും പുതിയ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി സ്കൂളൊക്കെ തുറക്കാറാണ് അല്ലേ. അപ്പോൾ പുതിയ ബാഗ് 2 മാസത്തേക്ക് ഇനിയിപ്പോൾ വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ പുതിയതുപോലെ തന്നെ ഈ ബാഗ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ജസ്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്നും കൂടി തേച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ ആ സോപ്പ് മുഴുവൻ പോകണം കേട്ടോ. കാരണം ഇതിലൊരു ഫോം ആയതുകൊണ്ട് അതിൽ സോപ്പ് കയറിയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമില്ല. എനിവേ നോക്ക്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല പുത്തം പോലെ ആയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് നല്ല വെയിലത്തിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ അകമൊക്കെ വെയിൽ കൊള്ളുകയും ചെയ്യും. നോക്ക് നല്ല പുതിയതുപോലെ നല്ല തിളങ്ങുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.